എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുഴക്കട്ടയാണ്. അതിനുവേണ്ടി ഞാൻ 2.5 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് അതിനകത്ത് പാകത്തിനുള്ള ഉപ്പും തിളച്ച വെള്ളവും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ജലാംശം ഒന്ന് വറ്റുമ്പോൾ നമ്മൾ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി അരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി ഇതൊന്ന് തേങ്ങയും ശർക്കരയും കൂടെ നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. തേങ്ങയും ശർക്കരപ്പാനിയും കൂടെ മിക്സായി നന്നായി വറ്റി വരുന്നുണ്ട്. ഈ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി നന്നായി ഒന്ന് വറ്റി വരണം. അതാണ് ഇതിൻ്റെ കണക്ക്. തേങ്ങയിലോട്ട് ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി നന്നായി വറ്റിയിട്ടുണ്ട്. തേങ്ങയും ശർക്കരപ്പാനിയും കൂടെ നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും കറുത്ത ശർക്കരയാണ് എടുക്കേണ്ടത്. എങ്കിലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കുഴക്കട്ടയുടെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളിങ്ങനെ കുറച്ച് മാവെടുത്ത് ഉരുട്ടിയെടുത്തിട്ട് അതിങ്ങനെ പരത്തി അതിനകത്തേക്ക് നമ്മുടെ ഈ കൂട്ട് മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഉരുട്ടിയെടുക്കാം. കുഴക്കട്ട നമ്മളിങ്ങനെ ഉരുട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റീം കയറ്റി വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ടേസ്റ്റി പലഹാരമാണ് നമ്മുടെ കുഴക്കട്ട. നമ്മൾ കുഴക്കട്ട എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ.